മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ എല്ലാ പൗരന്മാർക്കും അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 32. അതെ, അനീതിക്കെതിരെ ആര് ശബ്ദിച്ചാലും അവരെ നിശബ്ദരാക്കുക എന്നുള്ള അധികാരിവർഗത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് ആദ്യം തകർത്തേണ്ടത്. അതാണ് ഇന്നത്തെ യുവതലമുറ, ഇന്നത്തെ യൂത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. सिस्टम टूट रहा है, करप्शन लूट रहा है, लेकिन अब एक आवाज उठ रही है. ഇപ്പോഴും ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാകാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സിസ്റ്റത്തിനോട് നമുക്കൊരു വിശ്വാസമുണ്ട് അല്ലേ? അത് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫിനൊക്കെ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? അതായത് നമ്മൾ രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു അല്ലേ? അവരെ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അവർ തരുന്ന മരുന്ന് കഴിക്കുന്നത്. ഇതിപ്പോൾ എത്ര വർഷമായി ഇങ്ങനെ ഈ ചോദ്യപേപ്പർ ലീക്കായി തുടങ്ങിയിട്ട്? അത് ഞങ്ങൾ അടുത്ത നിയമം കൊണ്ടുവരും, കർശന നിയമം പാലിക്കും, അങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്തും, അങ്ങനെ നമ്മളെ വായടപ്പിക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ യുവത്വത്തിൻ്റെ അധികാരത്തിന്റെ പവർ കൊണ്ട് സ്വന്തം രാജ്യത്തെ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചു. പാറ്റകളെ പോലെയാണെന്ന് ഉപമിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ യൂത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദേ നോക്കിക്കേ. അവസാനം എഡ്യൂക്കേഷൻ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അവസാനം രാജിയിൽ കലാശിച്ചു. ആ പാറ്റകളെ എന്ന് പറഞ്ഞില്ല, ആ പാറ്റകളെ കൊണ്ട് തന്നെ രാജിവെപ്പിക്കേണ്ടി വന്നു. അതാണ് ഇന്നത്തെ ജെൻസിന്റെ പവർ. അതാണ് എഡ്യൂക്കേഷന്റെ പവർ. അതാണ് സ്റ്റുഡൻസിന്റെ പവർ.